എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Magician energy, King of Cups energy, King of Pentacles, Strength card, Four of Cups, Moon card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മജീഷ്യൻ എനർജിയാണ്. സോ മജീഷ്യൻ, കിങ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഈ ഒരു മാസം തുടങ്ങുന്നത് ഒത്തിരി സന്തോഷമുള്ള വാർത്തയോട് കൂടിയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി, മജീഷ്യൻ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച, അപ്പോൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ എന്തോ വളരെ വിലപിടിപ്പുള്ള എന്തോ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ വില പിടിച്ച എന്തെങ്കിലും, ഇപ്പോൾ ഡയമണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ബൈക്കായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയായിരിക്കാം. എന്തോ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ നാഷണൽ പാർക്ക്, വോൾക്കാനോസ് ഇതുപോലുള്ള പല പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ യാത്രകളാവാം, ഒരുപക്ഷെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹം സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിലൊരു പെർഫെക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ കുറച്ച് ചഞ്ചല ചിത്തരായിരിക്കും. അതായത് ഒരു കാര്യം ആലോചിച്ച് ഇന്നത് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് വാങ്ങിക്കാം എന്നൊക്കെ തീരുമാനമായി കഴിയുമ്പോൾ പുതിയത് എന്തെങ്കിലും കാണുമ്പോൾ അതല്ല, ഇതാണ് വേണ്ടത് എന്ന്, അങ്ങനെ തീരുമാനങ്ങൾ മാറി പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സംസാരിച്ച് മറ്റുള്ളവരെ വരുതിയിലാക്കാൻ പ്രത്യേക കഴിവായിരിക്കും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് ഒത്തിരി നല്ലൊരു പ്രത്യേക ഒരു കഴിവാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ കോൺവെർസേഷനാണ്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സെയിൽസ്, മാർക്കറ്റിംഗ് പോലുള്ള കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ടീച്ചറാണ്, ലെക്ചറാണ്, ഒത്തിരി സംസാരിക്കുന്ന തരത്തിലുള്ള ജോലിയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ജോലിയിൽ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഒത്തിരി ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസരം ഈ ഒരു മാസം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിങ് ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വലിയ കോമ്പറ്റീഷൻ ഒന്നുമില്ല ചുറ്റിനും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഇപ്പോൾ പറയും ഭയങ്കര മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണ്, എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാൻ മൊബൈലേക്ക് വീടോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റ് ഇതായതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ കേൾക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയിലാണെങ്കിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് കുറവാണെങ്കിൽ ഇപ്പോൾ ഇൻഫ്ലേഷനാണ്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് എന്ത് സാഹചര്യമാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചുറ്റും അധികം കോമ്പറ്റീഷൻ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ കോമ്പറ്റീഷനുള്ള സമയമാണെങ്കിലും നിങ്ങൾക്ക് ജോലി സാധ്യതകൾ കൂടുതലാണ്. എന്തുകൊണ്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയം, സാഹചര്യം, ആ സിറ്റുവേഷനിൽ വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ, വലിയ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വലിയ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉന്നത സ്ഥാനത്തേക്ക് കയറാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് പ്രൊമോഷനോ കാര്യങ്ങളാണെങ്കിൽ പ്രൊമോഷൻ ടെസ്റ്റ് ചെയ്തുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പാസ്സാവുന്നതോ, ഇപ്പോൾ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അധികം സുഗമമായിട്ട് അതിലേക്ക് കയറി പോകുന്നു എന്നുള്ളതാണ്. ഒത്തിരി സാധ്യതകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും ലൈഫിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ ഒത്തിരി, അതായത് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരുപക്ഷെ അത് നിങ്ങൾ പാഷനായിരിക്കില്ല, മറിച്ച് വരുമാന മാർഗ്ഗം. നമ്മൾ പൊതുവെ ജോലി എന്ന് പറയുമ്പോൾ പലരും പറയുന്നൊരു വാക്കാണ് വരുമാന മാർഗ്ഗം. അതായത് അതിൽ നിന്നൊരു സമ്പാദ്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കുന്നു. അപ്പോൾ ജീവിക്കാൻ ജീവിതമാർഗ്ഗം. അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യുന്ന ജോലിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും അങ്ങനെയൊന്നും നിങ്ങൾക്ക് കണ്ടെത്താനോ ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് വലിയ തൃപ്തിയില്ല എന്നാലും അതിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ളത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തേടി കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ജോലി, അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ ജോലിയാക്കി മാറ്റുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ടല്ല ചെയ്യുന്നത്, മറിച്ച് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. പലരും അവരുടെ പാഷൻ കണ്ടെത്തുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ വരുമാന മാർഗം മാത്രമല്ല, നിങ്ങൾ ഇഷ്ടമുള്ളൊരു പ്രവൃത്തി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പിയാണ് ആ ഒരു ജോലിയിൽ. അത് പലരും ഈ ഒരു സമയം ജോലി ക്വിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ജോലി നിർത്താനുള്ള സാധ്യത, റെസിഗ്നേഷൻ കൊടുക്കാൻ ചാൻസസ് ഉണ്ട് കൂടുതലായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതല്ല നിങ്ങൾക്ക് വേണ്ടി, ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്യാണ് എങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൈൻഡിലുണ്ടെങ്കിൽ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് ഈ മാസം. പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സാധ്യതകൾ പുതിയ, അതായത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതോ പുതിയ ജോലി ഈ ഒരു മാസം തന്നെ കിട്ടാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇൻ്റർവ്യൂ നെക്സ്റ്റ് വരുന്ന മന്തിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം, ഹയർ പൊസിഷനിലേക്ക് കയറി പോകുന്ന സിറ്റുവേഷനാണ്. ഇപ്പോൾ ഉള്ള ജോലിയിലേക്കാൾ ഒരുപടി മുകളിലേക്കുള്ളൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഡിറ്റർമിനേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒത്തിരി സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ജോലി. ഇപ്പോൾ ഉള്ള ജോലിയിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ വലിയ സ്ട്രെസ് ഇല്ലാത്തൊരു ജോലിയിലേക്ക് മാറാൻ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നേറ്റം ഉണ്ടാക്കി തരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പം അതുകൊണ്ട് തന്നെ സാമ്പത്തിക അല്ലലുകളില്ല എന്ന് മാത്രമല്ല, ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും വരുന്ന ഒരു മാസമാണ്. അതേപോലെ തന്നെ സ്ട്രെങ്ത് കാർഡാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈശ്വരാനുഗ്രഹം വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ അതിൻ്റെ രീതിക്ക് നടക്കും. അപ്പോൾ നല്ലൊരു രീതിയിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാത്തിനും ആ ഒരു ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്ന പോലെ അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയോ സന്തോഷമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും അകപ്പെട്ടു പോയി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ എപ്പോഴും ഒരു അപരിചിതനോ അപരിചിതയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഒരു ഉപദേശമാണ് എങ്കിൽ ഉപദേശം, അതല്ല എന്തെങ്കിലും സഹായമാണെങ്കിൽ, ഒരു പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളെ വന്ന് സഹായിക്കും. നമ്മൾ പറയില്ലേ ദൈവദൂതൻ എന്നൊക്കെ പറയുന്ന പോലെ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ വേണ്ടത് എന്താണോ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. 4 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു മാസം അവസാനിക്കുന്ന സമയത്തോട് പറയുകയാണെങ്കിൽ കുറച്ചൊരു ഫ്രസ്ട്രേഷനും ബോർഡൊക്കെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ അതുവരെ കിട്ടുന്നത് വരെ നമ്മൾ അതിൻ്റെ പുറകേക്ക് കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ബോറടിക്കാൻ തുടങ്ങുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഒരു കാര്യം നേടുന്നത് മാത്രമല്ല, നേടിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതൊരാവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു മടിയൊക്കെ വരുന്നത് നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ ചില ആളുകൾ പെട്ടെന്ന് ലഭിച്ചു കഴിയുമ്പോൾ അത് വരെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ അതുവരെയുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കിട്ടിയത് നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഏതൊരു കാര്യവും അങ്ങനെയാണ്. ഇവിടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂൺ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരിക്കാം, വിവാഹം എന്നുള്ളത്. വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വിവാഹത്തിലേക്ക് വരുന്നത് വരെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പഴയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ സ്വന്തമായല്ലോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും, അതായത് നേടുന്നത് വരെയുള്ള ഒരു ഇതാണ്. നേടിക്കഴിയുമ്പോൾ അതെല്ലാം മാഞ്ഞു പോകുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നേടിയെടുക്കുന്നത് വരെയല്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു ബന്ധം നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് വെറുതെ ഇരുന്നത് കൊണ്ട് അത് മുന്നോട്ടേക്ക് പോവില്ല. ഇത് നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് കൂടിയിട്ടാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പല ബന്ധങ്ങളിലും പറ്റുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് അതാണ്. ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ
അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയാവാം. അത് മാറ്റി വയ്ക്കുക. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നതേ ഉള്ളൂ. ചില ആളുകൾ ലേറ്റായിട്ടായിരിക്കും കാര്യങ്ങൾ കണ്ടെത്തുക. പക്ഷെ അത് കണ്ടെത്തുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു പേർപ്പസ് ഉണ്ടാവുന്നുണ്ട്. അതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.